അടുത്ത എക്സാമിന് സ്വാഗതം. 10th പ്രിലിംസിൻ്റെ മോക്ക് ടെസ്റ്റ് 13. ഓക്കെ, ഇതിനു മുമ്പുള്ള 12 മോക്ക് ടെസ്റ്റ് എഴുതാത്തവർ അത് എഴുതാൻ വേണ്ടി ശ്രമിക്കുക. അപ്പോൾ ക്ലാസ്സിലേക്ക് പോകുന്നതിന് മുമ്പ് മിഷൻ LDC PDF ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഓഗസ്റ്റ് 1 മുതലാണ് ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. മന്ത്ലി ഫീസ് 99 രൂപയാണ് വരുന്നത്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആൻഡ് എക്സ്പ്ലനേഷൻ, കറണ്ട് അഫയേഴ്സ് ആൻഡ് റിലേറ്റഡ് ഫാക്ട്സ്, ഡെയിലി എക്സാം, ഇങ്ങനെയാണ് നമ്മുടെ പ്ലാൻ ചെയ്തിരിക്കുന്നത്. താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യുന്നതാണ്. അതുപോലെ തന്നെ 10th പ്രിലിംസിൻ്റെ PDF നോട്ട് അവൈലബിൾ ആണ്. താല്പര്യമുള്ളവർ 9496822117 എന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യുന്നതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ചോദ്യങ്ങളിലേക്ക് പോകാം. ആദ്യത്തെ ചോദ്യം, നിങ്ങളുടെ എക്സാം എഴുതാൻ വേണ്ടി ഒരു പേപ്പർ പേന എടുത്ത് തയ്യാറായിക്കോളാം. ആദ്യ ചോദ്യം ഇങ്ങനെയാണ്: ഉത്തരാർദ്ധഗോളത്തിൽ ഏഷ്യൻ ഭൂഖണ്ഡത്തിൻ്റെ ഏത് ഭാഗത്താണ് ഇന്ത്യയുടെ സ്ഥാനം എന്നാണ് ചോദ്യം. രണ്ടാമത്തെ ചോദ്യം, ഡെക്കാൻ പീഠഭൂമിയുടെ ആകൃതി എന്താണ്? മൂന്നാമത്തെ ചോദ്യം, ഏഴാഞ്ചേരി രാമചന്ദ്രന് വയലാർ അവാർഡ് നേടിക്കൊടുത്ത കവിതാ സമാഹാരം ഏത്? നാലാമത്തെ ചോദ്യം, ഇടിമിന്നലോടുകൂടി സാധാരണയായി ഉച്ചയ്ക്ക് ശേഷം പെയ്യുന്ന മഴ ഏത് പേരിൽ അറിയപ്പെടുന്നു? അഞ്ചാമത്തെ ചോദ്യം, ജിങ്ക് കോർബറ്റ് ദേശീയോദ്യാനം ഏത് സംസ്ഥാനത്താണ്? ആറാമത്തെ ചോദ്യം, ടൈഗർ സ്റ്റേറ്റ് എന്നറിയപ്പെടുന്ന സംസ്ഥാനം ഏത്? ഏഴാമത്തെ ചോദ്യം, ജവഹർലാൽ നെഹ്റുവിൻ്റെ അന്ത്യവിശ്രമ സ്ഥലം എവിടെ? എട്ടാമത്തെ ചോദ്യം, മൃദുവായതും ദൃഢമില്ലാത്തതുമായ നിക്ഷേപങ്ങളാൽ രൂപപ്പെടുന്നതിനാൽ മൊളാസിസ് തടം എന്നറിയപ്പെടുന്നത്? ഒൻപതാമത്തെ ചോദ്യം, ഓസ്ട്രേലിയയുടെ ഭൂരിഭാഗം പ്രദേശങ്ങളും കാണപ്പെടുന്ന കാലാവസ്ഥ? പത്താമത്തെ ചോദ്യം, വേൾഡ് കപ്പ് ഫുട്ബോളിൽ സ്പെയിനിൻ്റെ കന്നി കിരീടം ഏത് വർഷമായിരുന്നു? 11ാമത്തെ ചോദ്യം, ഇന്ത്യയിലെ വാതോർജ നിലയം ഏത്? 12ാമത്തെ ചോദ്യം, മലിനമായ മണ്ണ്, ജലം, വായു തുടങ്ങിയ ചുറ്റുപാടുകളിൽ നിന്ന് മാലിന്യങ്ങൾ നീക്കം ചെയ്യാൻ സൂക്ഷ്മാണുക്കളെ സസ്യങ്ങളെ ഉപയോഗിക്കുന്ന സാങ്കേതികവിദ്യ ഏതാണ്? 13ാമത്തെ ചോദ്യം, രോഗങ്ങളെപ്പറ്റി പഠിക്കാൻ ലാബിൽ വളർത്തുന്ന ചെറുതും ത്രിമാന രൂപത്തിലുമുള്ള ടിഷ്യൂ മാതൃകകളാണ്? 14ാമത്തെ ചോദ്യം, ആൽക്കലൈൻ എർത്ത് ലോഹങ്ങളിൽ അറ്റോമിക മാസ് ഏറ്റവും കൂടുതലുള്ള മൂലകം ഏത്? 15ാമത്തെ ചോദ്യം, വായുമലിനീകരണം അളക്കുന്നതിനും അന്തരീക്ഷത്തിലെ സൾഫർ ഡയോക്സൈഡിൻ്റെ സാന്നിധ്യം തിരിച്ചറിയുന്നതിനും സഹായിക്കുന്ന പ്രകൃതിദത്ത സൂചകങ്ങൾ ഏതാണ്? 16ാമത്തെ ചോദ്യം, മനുഷ്യാവകാശ കമ്മീഷന്റെ അധികാരങ്ങളിൽ ഉൾപ്പെടാത്തത് ഏത്? 17ാമത്തെ ചോദ്യം, താഴെ പറയുന്നവരിൽ കേന്ദ്രീകൃത ആസൂത്രണത്തിന് വിമർശകനായിരുന്ന വ്യക്തി ആര്? 18ാമത്തെ ചോദ്യം, സ്വതന്ത്ര ഭാരതത്തിലെ ആദ്യ മന്ത്രിസഭയിൽ വാർത്താവിനിമയ വകുപ്പ് മന്ത്രി ആരായിരുന്നു? 19ാമത്തെ ചോദ്യം, സോപ്പ് നിർമ്മാണത്തിൽ സോപ്പിനെ ഗ്ലിസറിനിൽ നിന്ന് ഉപയോഗിക്കുന്നത് എന്ത്? 20ാമത്തെ ചോദ്യം, താഴെ തന്നിരിക്കുന്ന മന്ത്രിമാരും വകുപ്പുകളും തെറ്റായത് കണ്ടെത്തുക. 21ാമത്തെ ചോദ്യം, ബംഗ്ലാദേശിൽ വെച്ച് തീസ്ത നദി ബ്രഹ്മപുത്രയുമായി ചേർന്ന ശേഷം അറിയപ്പെടുന്ന പേര് എന്ത്? 22ാം ചോദ്യം, ഗംഗാ നദിയുടെ ഇന്ത്യയിലെ വിസ്തൃതി എത്ര ചതുരശ്ര കിലോമീറ്ററാണ്? 23ാമത്തെ ചോദ്യം, നാഷണൽ വോട്ടേഴ്സ് ഡേ ആയി ആചരിക്കുന്ന ജനുവരി 25 എങ്കിൽ 2026 പ്രമേയം എന്ത്? 24ാം ചോദ്യം, ആദ്യ 25 ഇരട്ട സംഖ്യകളുടെ തുക എത്ര? 25ാമത്തെ ചോദ്യം, 15, 30, 45 എന്നീ സംഖ്യകൾ കൊണ്ട് നിശേഷം ഹരിക്കാൻ സാധിക്കുന്ന ഏറ്റവും ചെറിയ സംഖ്യ ഏത്? അപ്പോൾ നിങ്ങൾ ഉത്തരവെല്ലാം എഴുതി കാണും. ഇനി നമുക്ക് ഉത്തരങ്ങളിലേക്ക് പോകും. ആദ്യത്തെ ചോദ്യം ഇങ്ങനെയായിരുന്നു: ഉത്തരാർദ്ധഗോളത്തിൽ ഏഷ്യൻ ഭൂഖണ്ഡത്തിൻ്റെ ഏത് ഭാഗത്താണ് ഇന്ത്യയുടെ സ്ഥാനം എന്നാണ് ചോദ്യം. മനസ്സിൽ നമ്മളൊരു ചിത്രമുണ്ടെങ്കിൽ, അതായത് ഗ്ലോബിൻ്റെ ഒരു ചിത്രമുണ്ടെങ്കിൽ, അല്ലെങ്കിൽ മാപ്പിൻ്റെ ലോക ഭൂപടത്തിൻ്റെ ചിത്രമുണ്ടെങ്കിൽ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും ഏത് ഭാഗത്താണ്. ഓപ്ഷൻ ബി ആണ്, തെക്ക് ഭാഗത്താണ്.
ഓക്കെ, ക്ലിയർ. അടുത്ത രണ്ടാമത്തെ ചോദ്യം, ഡെക്കാൻ പീഠഭൂമിയുടെ ആകൃതി എന്താണ് എന്നാണ് ചോദ്യം. ഓപ്ഷൻ ഡി ആണ് ത്രികോണാകൃതി. മൂന്നാമത്തെ ചോദ്യം, ഏഴാഞ്ചേരി രാമചന്ദ്രന് വയലാർ അവാർഡ് നേടിക്കൊടുത്ത കവിതാ സമാഹാരം ഏത് എന്നാണ് ചോദ്യം. ഓപ്ഷൻ ബി ആണ് ഒരു വെർജീനിയൻ വെയിൽക്കാലം. ഓക്കെ, അടുത്ത നാലാമത്തെ ചോദ്യം, ഇടിമിന്നലോട് കൂടി സാധാരണയായി ഉച്ചയ്ക്ക് ശേഷം പെയ്യുന്ന മഴ ഏത് പേരിൽ അറിയപ്പെടുന്നു എന്നാണ് ചോദ്യം. ഓപ്ഷൻ ഡി ആണ് ഉച്ചലിത വൃഷ്ടി. അടുത്ത അഞ്ചാമത്തെ ചോദ്യം, ജിങ്ക് കോർബറ്റ് ദേശീയോദ്യാനം ഏത് സംസ്ഥാനത്താണെന്നാണ് ചോദ്യം. ഓപ്ഷൻ ഡി ആണ് ഉത്തരാഖണ്ഡ്. അടുത്ത ആറാമത്തെ ചോദ്യം, ടൈഗർ സ്റ്റേറ്റ് എന്നറിയപ്പെടുന്ന സംസ്ഥാനം ഏതെന്നാണ് ചോദ്യം. ഓപ്ഷൻ എ ആണ് മധ്യപ്രദേശ്. ഇത് ഹൃദയം എന്നറിയപ്പെടുന്ന സംസ്ഥാനം മധ്യപ്രദേശ്. അടുത്ത ഏഴാമത്തെ ചോദ്യം, ജവഹർലാൽ നെഹ്റുവിൻ്റെ അന്ത്യവിശ്രമ സ്ഥലം എവിടെയെന്നാണ് ചോദ്യം. എവിടെയാണ്? ഓപ്ഷൻ ബി ആണ് ശാന്തിവനം. അടുത്ത എട്ടാമത്തെ ചോദ്യം, മൃദുവായതും ദൃഢമില്ലാത്തതുമായ നിക്ഷേപങ്ങളാൽ രൂപപ്പെടുന്നതിനാൽ മൊളാസിസ് തടം എന്നറിയപ്പെടുന്ന ഏത് എന്നാണ് ചോദ്യം. മൊളാസിസ് തടം എന്നറിയപ്പെടുന്ന ഓപ്ഷൻ എ ആണ് മിസോറാം. ഒൻപതാമത്തെ ചോദ്യം, ഓസ്ട്രേലിയയുടെ ഭൂരിഭാഗം പ്രദേശങ്ങളും കാണപ്പെടുന്ന കാലാവസ്ഥ ഏത് എന്നാണ് ചോദ്യം. ഓപ്ഷൻ എ ആണ് വരണ്ട കാലാവസ്ഥ. അടുത്ത് പത്താമത്തെ ചോദ്യം, വേൾഡ് കപ്പ് ഫുട്ബോളിൽ സ്പെയിനിൻ്റെ കന്നിക്കിരീടം ഏത് വർഷമായിരുന്നു എന്നാണ് ചോദ്യം. ഓപ്ഷൻ എ ആണ് 2010. ഓക്കെ, രണ്ടാമത്തെ കിരീടമാണ് 2026 ലഭിച്ചത് എന്ന് ഓർത്ത് വയ്ക്കുക. അടുത്ത 11ാമത്തെ ചോദ്യം, ഇന്ത്യയിലെ വാതോർജ നിലയം ഏത് എന്നാണ് ചോദ്യം. ഓപ്ഷൻ എ ആണ് ലെംബ. ഓക്കെ, അടുത്ത് മലിനമായ മണ്ണ്, ജലം, വായു തുടങ്ങിയ ചുറ്റുപാടുകളിൽ നിന്ന് മാലിന്യങ്ങൾ നീക്കം ചെയ്യാൻ സൂക്ഷ്മാണുക്കളെയും സസ്യങ്ങളെയും ഉപയോഗിക്കുന്ന സാങ്കേതിക വിദ്യ ഏത് എന്നാണ് ചോദ്യം. ഓപ്ഷൻ ഡി ആണ് ഉത്തരം, ബയോ റെമഡിയേഷൻ. 13ാമത്തെ ചോദ്യം, രോഗങ്ങളെപ്പറ്റി പഠിക്കാൻ ലാബിൽ വളർത്തുന്ന ചെറുതും ത്രിമാന രൂപത്തിലുമായ ടിഷ്യൂ മാതൃകകളാണ് ഏത് എന്നാണ് ചോദ്യം. ഓപ്ഷൻ ഡി ആണ് ഓർഗനോയിഡ്. 14ാമത്തെ ചോദ്യം, ആൽക്കലൈൻ എർത്ത് ലോഹങ്ങളിൽ അറ്റോമിക മാസ് ഏറ്റവും കൂടുതലുള്ള മൂലകം ഏത് എന്നാണ് ചോദ്യം. ഓപ്ഷൻ ബി ആണ് ഉത്തരം, റേഡിയം. ഓക്കെ, അടുത്ത് 15ാമത്തെ ചോദ്യം, വായു മലിനീകരണം അളക്കുന്നതിനും അന്തരീക്ഷത്തിലെ സൾഫർ ഡയോക്സൈഡിൻ്റെ സാന്നിധ്യം തിരിച്ചറിയുന്നതിനും സഹായിക്കുന്ന പ്രകൃതിദത്ത സൂചകങ്ങൾ ഏത് എന്നാണ് ചോദ്യം. ഓപ്ഷൻ എ ആണ് ഉത്തരം, ലൈക്കണുകൾ. അടുത്ത് 16ാമത്തെ ചോദ്യം, മനുഷ്യാവകാശ കമ്മീഷൻ്റെ അധികാരങ്ങളിൽ ഉൾപ്പെടാത്തത് ഏതെന്നാണ് ചോദ്യം. തടവറയിലെ അതിക്രമം തടയൽ അത് ഉൾപ്പെടുന്നതാണ്. വനിതകളുടെ കുട്ടികളുടെ അവകാശ സംരക്ഷണം അത് ഉൾപ്പെടുന്നതാണ്. പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങളുടെ മനുഷ്യാവകാശ നിഷേധങ്ങൾ ഇല്ലാതാക്കൽ അതും ഉൾപ്പെടുന്നതാണ്. ഇതിൽ ഉൾപ്പെടാത്തത് ഭരണനിർവഹണ രംഗത്തെ പരിഷ്കാരങ്ങൾ. ഓക്കെ, ഭരണനിർവഹണ രംഗത്തെ പരിഷ്കാരങ്ങൾ ഏതിൽ വരുന്നതല്ല, മനുഷ്യാവകാശ കമ്മീഷൻ്റെ അധികാര പരിധിയിൽ വരുന്നതല്ല. ഓക്കെ, അടുത്ത 17ാമത്തെ ചോദ്യം, താഴെ പറയുന്നതിൽ കേന്ദ്രീകൃത ആസൂത്രണത്തിൻ്റെ വിമർശകനായിരുന്ന വ്യക്തി ആര് എന്നാണ് ചോദ്യം. ഓപ്ഷൻ ഡി ആണ് ഉത്തരം, സി രാജഗോപാലാചാരി. 18ാമത്തെ ചോദ്യം, സ്വതന്ത്ര ഭാരതത്തിലെ ആദ്യ മന്ത്രിസഭയിൽ വാർത്താവിനിമയ വകുപ്പ് മന്ത്രി ആരായിരുന്നു എന്നാണ് ചോദ്യം. ഓപ്ഷൻ സി ആണ്, റാഫി അഹമ്മദ് കിദ്വായ്. അടുത്ത 19ാമത്തെ ചോദ്യം, സോപ്പ് നിർമ്മാണത്തിൽ സോപ്പിനെ ഗ്ലിസറിനിൽ നിന്ന് ഉപയോഗിക്കുന്നത് ഏത് എന്നാണ് ചോദ്യം. ഓപ്ഷൻ സി ആണ്, സോഡിയം ക്ലോറൈഡ്. 20ാമത്തെ ചോദ്യം, താഴെ തന്നിരിക്കുന്ന മന്ത്രിമാരും വകുപ്പുകളും തെറ്റായത് കണ്ടെത്താനാണ് പറഞ്ഞിരിക്കുന്നത്. എൻ ഷംസുദ്ദീൻ വിദ്യാഭ്യാസം, അത് ശരിയാണ്. എം ലിജു എക്സൈസ് സഹകരണം, അത് ശരിയാണ്. PC വിഷ്ണുനാഥ് ടൂറിസം സാംസ്കാരിക സിനിമ, അത് ശരിയാണ്. വി അബ്ദുൽ ഗഫൂർ കൃഷി എന്ന് പറയുന്നത് തെറ്റാണ്. വി അബ്ദുൽ ഗഫൂർ എന്താണ്, മത്സ്യബന്ധനമാണ്. ഓക്കെ, ഫിഷറീസ് ആണ്, മത്സ്യബന്ധനം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ കൃഷി വകുപ്പ് ആരാണ്? ടി സിദ്ദിഖാണ് കൃഷി വകുപ്പ് മന്ത്രി. അടുത്ത 21ാം ചോദ്യം, ബംഗ്ലാദേശിൽ വെച്ച് തീസ്ത നദി ബ്രഹ്മപുത്രയുമായി ചേർന്ന ശേഷം അറിയപ്പെടുന്ന പേര് എന്തെന്നാണ്. ഓപ്ഷൻ സി ആണ്, ജമുന. അടുത്ത 22ാം ചോദ്യം, ഗംഗാ നദിയുടെ ഇന്ത്യയിലെ വിസ്തൃതി എത്ര ചതുരശ്ര കിലോമീറ്റർ ആണ് എന്നാണ് ചോദ്യം. ഓപ്ഷൻ ബി ആണ് ഉത്തരം, 8.6 ലക്ഷം. അടുത്ത 23ാം ചോദ്യം, നാഷണൽ വോട്ടേഴ്സ് ഡേ ആയിട്ട് ആചരിക്കുന്നത് ജനുവരി 25, എല്ലാവർക്കും അറിയുന്നതാണ്. എങ്കിൽ 2026 വോട്ടേഴ്സ് ദിന പ്രമേയം എന്ത് എന്നാണ് ചോദ്യം. ഓപ്ഷൻ സി ആണ് ഉത്തരം, മൈ ഇന്ത്യ മൈ വോട്ട്. ഓക്കെ, 24ാം ചോദ്യം, ആദ്യത്തെ 25 ഇരട്ട സംഖ്യകളുടെ തുക എത്ര എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇരട്ട സംഖ്യകളുടെ എത്ര ഇരട്ട സംഖ്യ ആയിക്കോട്ടെ, ഇരട്ട സംഖ്യയുടെ തുകയാണ് അലൊക്കേഷൻ n+1 എന്നാണ്. n+1. എവിടെ എത്രയാണ്? 25 എന്നാണ് പറയുന്നത്. 25 ×
25 പ്ലസ് 1 25 പ്ലസ് 1 ഓക്കെ 25 പ്ലസ് 1 അപ്പോൾ 25 ഇൻറ്റു എന്താണ് 26 ഓക്കെ 25 ഇൻറ്റു 26 ക്ലിയർ 25 ഇൻറ്റു 25 നമുക്കറിയാം 625 അതിൻ്റെ കൂടെ എന്തും കൂടെ ആഡ് ചെയ്യണം ഒരു 25 കൂടെ ആഡ് ചെയ്യണം 26 പ്രാവശ്യം അല്ലേ ഓക്കെ 26 പ്രാവശ്യം എത്ര കിട്ടും 0 ശിഷ്ടം 1 5 6 650 എന്ന് ഉത്തരം കിട്ടും ഓപ്ഷൻ ഡി ആണ് ഉത്തരം 25 26 650 അടുത്ത് 25ാമത്തെ ചോദ്യം 15 30 45 എന്നീ സംഖ്യകൾ കൊണ്ട് നിശേഷം ഹരിക്കാൻ സാധിക്കുന്ന ഏറ്റവും ചെറിയ സംഖ്യ എന്നാണ് ചോദിച്ചിരിക്കുന്നത് അത് എന്ത് കണ്ടാൽ മതി LCM കണ്ടാൽ മതി LCM ഓക്കെ അപ്പോൾ എങ്ങനെ കാണാം 15 30 45 എന്ന സംഖ്യകളാണ് 15 30 45 ഓക്കെ നമുക്ക് ചെറിയ സംഖ്യയായിട്ട് എന്ത് ചെയ്യാം ഡിവൈഡ് ചെയ്യാം 5 വെച്ച് ചെയ്യാം 5 വെച്ച് ചെയ്താൽ 15 എത്ര പ്രാവശ്യം 3 പ്രാവശ്യം 30 എത്ര പ്രാവശ്യം 6 5 30 45 എത്ര പ്രാവശ്യം 9 45 വീണ്ടും എത്ര കൊണ്ടുപോകും പൂർണ്ണമായിട്ട് പോകും 3 കൊണ്ടുപോകും 3 കൊണ്ട് 3 എത്ര പ്രാവശ്യം 1 പ്രാവശ്യം 6 എത്ര പ്രാവശ്യം 2 പ്രാവശ്യം 9 എത്ര പ്രാവശ്യം 3 പ്രാവശ്യം എന്ത് ചെയ്യുക NC കാണാൻ എന്ത് ചെയ്യുക ഇതെല്ലാം കൂടെ ഗുണിക്കുക ഓക്കെ 3 15 15 ഇൻറ്റു 2 30 30 ഇൻറ്റു 3 90 എന്ന് കിട്ടും 90 ഓക്കെ ഓപ്ഷൻ ഏതാ വരുന്നത് ഓപ്ഷൻ ബി ആണ് 90 ഓക്കെ ഏറ്റവും ചെറിയ സംഖ്യ എന്ന് പറയുന്നത് ഏതാണ് 90 LCM കണ്ടാൽ മാത്രം മതി ഓക്കെ ആണോ 25 മാർക്കിന് എത്ര കിട്ടിയെന്ന് ഒന്ന് കമൻറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക ക്ലിയർ അപ്പോൾ അടുത്തൊരു എക്സാമായിട്ട് വീണ്ടും കാണാം താങ്ക് യു